അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. യാതൊരുവിധ മായവും സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിലുള്ള പെർഫെക്റ്റ് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പളവിന് 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ തന്നെ പച്ചരി അളന്നെടുക്കുക. ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടതാണ്. ഇനി പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂറെങ്കിലും ഈ പച്ചരി കുതിർക്കാൻ വെക്കണം. ഇപ്പൊ പച്ചരി കുതിർക്കാൻ വെച്ചിട്ട് 6 മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പച്ചരിയിലുള്ള വെള്ളമൊക്കെ മാറ്റി നമുക്ക് ഒരു അരിപ്പയിലിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ചുക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇടികല്ല് വെച്ചിട്ട് ഒന്ന് തല്ലി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 10 ഏലക്കയാണ്. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ആ തരി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എത്രയാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അത്രയും അളവിൽ തന്നെയാണ് ശർക്കരയും അളന്നെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ശർക്കരയെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ശർക്കര ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പോ 1/4 കപ്പോ ശർക്കര കൂടി അധികം ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ശർക്കര ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ഇപ്പൊ ശർക്കര പാനി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറണം. പിന്നെ ഈ ശർക്കര പാനിയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചൂടോട് കൂടി തന്നെ അരിച്ചിട്ട് അത് ചൂട് മാറാൻ വേണ്ടി വെക്കുക. ഞാനെടുത്ത ശർക്കരയിൽ ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് കല്ലും മണ്ണും അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അരിച്ചൊഴിക്കാതെയാണ് എടുക്കുന്നത്. ഇനി ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ. അരിയിലുള്ള വെള്ളമൊക്കെ തോർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് പാളയംതോടൻ പഴമാണ്. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. അതും പാളയംതോടൻ പഴം തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി പഴത്തിന്റെ തൊലിയെല്ലാം മാറ്റിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമല്ല, നമ്മൾ ചൂട് മാറിയ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ശർക്കര പാനി അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അളവ് കപ്പിൽ 250 ml കപ്പിന് 2 കപ്പ് ശർക്കര പാനിയാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ ആദ്യം 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് ശർക്കര പാനി ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക. പിന്നെ ഇതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 1/2 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. വീണ്ടും ലാസ്റ്റിൽ ഒരു 1/2 കപ്പ് ശർക്കര പാനി ഇത് അധികമുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് ഒരു 8 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുള്ളൂ. മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടണം. അപ്പൊ അതിന് 8 മണിക്കൂർ തന്നെ വെക്കുക. കാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും വെക്കുക. ഒരുപാടങ്ങ് മാവ് പുളിച്ചു പോകാൻ പാടില്ല. ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ തന്നെ മതിയാവും. അപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 8 മണിക്കൂർ ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഈ മാവ് ഒന്ന് ഇളക്കി നോക്കാം ഇതിന്റെ പരുവം എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് കുറച്ച് മാവ് കട്ടി കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കുകയാണ്. ആദ്യം ഒഴിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. ആ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇതിലേക്ക് ഞാനിപ്പോ
1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദാ കറക്റ്റ് പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് നോക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയൊരു കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ തേങ്ങ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് ഒരു 30-40 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഇതിന്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ട് വേണം ഈ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല. നെയ്യിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നല്ല ഒരു നാടൻ ഉണ്ണിയപ്പത്തിന്റെ ആ മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണയിലും ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ മാവ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് ഒരു കുഴികളുടെ 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നടുക്ക് ഒഴിക്കരുത്, ചുറ്റിനും ഒഴിച്ചിട്ട് വേണം ലാസ്റ്റിൽ നടുക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 30 സെക്കൻഡ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു വശത്തേക്ക് മാവ് ഇങ്ങനെ ഇറങ്ങി വരും. ആ ഒരു സമയം നമുക്കത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ച് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. പിന്നെ തിരിച്ച് മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം തിരിച്ചു മറിച്ചു വിടുന്ന സമയത്ത് നല്ല ബോള് പോലെ ഉരുണ്ട റൗണ്ട് ഷേപ്പ് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 4 ദിവസം വരെയൊക്കെ കേടുകൂടാതെ പുറത്ത് വെച്ചേക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാകും. ഞാൻ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ്, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സോഡാപ്പൊടി ഒന്നും ചേർക്കാത്ത ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അഥവാ സോഡാപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ 1-2 നുള്ളി സോഡാപ്പൊടി ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ സോഡാപ്പൊടി ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ണിയപ്പം ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്